മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തമ്മിലുള്ള നിർണായകമായ ചർച്ച വൈകുകയാണ്. ഇന്ന് രാവിലെയാണ് DGMOമാർ തമ്മിലുള്ള ചർച്ച വെച്ചിരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത സേനാ മേധാവിയും 3 സൈനിക മേധാവിമാരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട രാജ്യത്തെ വിമാനത്താവളങ്ങൾ തുറന്നു. 32 വിമാനത്താവളങ്ങൾ തുറക്കാനുള്ള സുപ്രധാന തീരുമാനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. സൈനിക തല ചർച്ചയിൽ നിന്ന് പാകിസ്ഥാന്റെ DGMO പിന്മാറാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലുമാണോ സംഭവിച്ചിട്ടുള്ളത്? ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. 12 മണിക്കായിരുന്നു ഈ DGMO തലത്തിലുള്ള ചർച്ച നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത് കൂടുതൽ മണിക്കൂറുകൾ വൈകുമെന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വൈകിട്ടോടുകൂടി ഈ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് ദേശീയ മാധ്യമങ്ങളടക്കം CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് രാവിലെ മുതൽ തന്നെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ വന്നതിന് ശേഷം, അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തൽ അവർ പൂർണ്ണമായും പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിർത്തിയിലൊക്കെ തന്നെ വ്യോമാക്രമണമോ അല്ലെങ്കിൽ മറ്റ് ആക്രമണമോ ഒന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതൊരു അനുകൂല നിലപാടായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്ക് DGMOയുടെ ഭാഗത്തുനിന്ന് അവരുടെ DGMO പങ്കെടുക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ നിലവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു മീറ്റിംഗിന് കഴിഞ്ഞതിന് ശേഷം അതിലുണ്ടാകുന്ന നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിശദാംശങ്ങൾ ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കുവെക്കുമെന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മീറ്റിംഗ് വൈകുന്നതോടുകൂടി വാർത്താ സമ്മേളനം നീണ്ടുപോകാനുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സൈനിക തലത്തിലുള്ള ഒരു ചർച്ചകൾ മാത്രമേ ഈ DGMO തലത്തിൽ ഉണ്ടാകൂ എന്ന് നേരത്തെ തന്നെ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ചർച്ചകളും ഇന്നുണ്ടാകില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതായിട്ടില്ല എന്നാണ് തീരുമാനിക്കുകയും ഇന്ത്യ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ന് അതിർത്തി പൊതുവെ ശാന്തമാണ്. സംഘർഷ ദിനങ്ങൾക്ക് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. അതേസമയം അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള നിരന്തര സംഘർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി അതിർത്തി മേഖലകൾ സാധാരണ നിലയിലെത്തി. പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. പരിഭ്രാന്തിയുടെ നാളുകൾക്ക് ശേഷം സമാധാനം പുലർന്നതിന്റെ ആത്മവിശ്വാസത്തിലുമാണ് ജനങ്ങൾ. രാജസ്ഥാൻ, ജമ്മു, പഞ്ചാബ് അതിർത്തികളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തലിന് പിന്നാലെ പഞ്ചാബിലെ അമൃത്സർ, ജമ്മു കാശ്മീരിലെ രജൌരി, അഗ്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച്, കുപ്വാര, ബാരാമുള്ള തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷത്തോളം പേരെ മാറ്റി താമസിപ്പിച്ചിരുന്നു. നിലവിൽ ഈ മേഖലകളിൽ ഷെല്ലാക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉടനെ ജനങ്ങളെ തിരികെ അയക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. അതിനിടെ സംഘർഷത്തെ തുടർന്ന് പഞ്ചാബിൽ അടച്ച സ്കൂളുകളും മറ്റും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കില്ല. ജമ്മു കാശ്മീരിൽ ഈ മാസം 14 വരെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചു. അതേസമയം വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരും. നിലവിൽ വിന്യസിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങളെ ഉടൻ പിൻവലിക്കില്ല. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുമാണ് സേനകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പോലീസിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, മേജർ ജനറൽ റാവു ഇമ്രാൻ, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ, പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാംഗം ഉസ്മാൻ അൻവർ, മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ബഹാവൽപൂരിലെ മുരിദ്കയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത്.